ആലപ്പുഴ ചങ്ങനാശ്ശേരി AC റോഡ് മുങ്ങിയെന്ന വ്യാജ പ്രചാരണവുമായി കോൺഗ്രസ് സൈബർ ഹാൻഡിലുകളും ഒരു വിഭാഗം മാധ്യമങ്ങളും സജീവമായി രംഗത്തുണ്ട്. 2018 ശേഷമുള്ള ഏറ്റവും വലിയ വെള്ളപ്പൊക്കമുണ്ടായിട്ടും AC റോഡിലെ ഗതാഗതം സുഗമമായി നടക്കുമ്പോഴാണ് കള്ളപ്രചാരണം. ചങ്ങനാശ്ശേരിയോട് ചേർന്ന് കിടക്കുന്ന കിടങ്ങറ ഭാഗത്ത് മാത്രമാണ് നേരിയ വെള്ളക്കെട്ടുണ്ടായത്. തോട്ടപ്പള്ളി പൊഴി മുറിക്കുന്നതിൽ UDF സർക്കാർ കാണിച്ച ഗുരുതര അനാസ്ഥയാണ് കുട്ടനാടിനെ വീണ്ടും വെള്ളത്തിൽ മുക്കിയത്. പക്ഷേ അപ്പോഴും ചങ്ങനാശ്ശേരി ആലപ്പുഴ AC റോഡ്, ആലപ്പുഴ ചങ്ങനാശ്ശേരി AC റോഡ് കടന്നുപോകുന്ന കുട്ടനാടിൻ്റെ ഒരു ഭാഗത്തും അതിൽ വെള്ളക്കെട്ടുകളില്ല. അതിങ്ങനെ തല ഉയർത്തി മികവോടെ നിൽക്കുന്നു. ഗതാഗതം സുഗമമായി മുന്നോട്ട് പോകുന്നു. കുട്ടനാടിൻ്റെയോ ആലപ്പുഴയുടെയോ ഭാഗങ്ങളിൽ ഒരിടത്തും ഗതാഗതം തടസ്സപ്പെട്ടില്ല. പണ്ടതായിരുന്നില്ല സ്ഥിതി. ആഴ്ചകളോളം മാസങ്ങളോളം മുടങ്ങുമായിരുന്നു ഗതാഗതം. KSRTC ബസ് പോലും പോകുമായിരുന്നില്ല. ആ അവസ്ഥ മാറി. സർവീസുകൾ, ഗതാഗതം ആ റോഡിലൂടെ നടക്കുന്നു, മുന്നോട്ട് പോകുന്നു, നന്നായി നടക്കുന്നു. കിടങ്ങറയുടെ ഒരു ഭാഗത്ത്, കോട്ടയം ജില്ലയോട് ചേർന്ന കിടങ്ങറയുടെ ഭാഗത്ത് വെള്ളക്കെട്ടുണ്ട് എന്നതുള്ള ഒരു യാഥാർത്ഥ്യമാണ്. ആ വെള്ളക്കെട്ടിലും പക്ഷേ വാഹനങ്ങൾ പോകുന്നുണ്ട്. റിപ്പോർട്ട് നോക്കും. നാടെങ്ങും വെള്ളത്തിൽ മുങ്ങുമ്പോൾ ആലപ്പുഴയിലെ കോൺഗ്രസ് ഹാൻഡിലുകൾ വലിയ ആഘോഷത്തിലാണ്. LDF സർക്കാർ നിർമ്മിച്ച AC റോഡിൽ വെള്ളം കയറിയതാണ് കോൺഗ്രസ് ക്യാമ്പിന്റെ സന്തോഷത്തിന് കാരണം. വെള്ളപ്പൊക്കക്കാലത്തും ആലപ്പുഴക്കാർക്ക് സുഗമയാത്ര ഉറപ്പാക്കാനാണ് AC റോഡ് LDF സർക്കാർ പുനർനിർമ്മിച്ചത്. എന്നാൽ ഇത്തവണത്തെ മഴയിൽ AC റോഡിൽ ചിലയിടങ്ങളിൽ വെള്ളം കയറിയെന്നത് വസ്തുതയാണ്. കോട്ടയം ജില്ലയോട് ചേർന്ന് കിടക്കുന്ന കിടങ്ങറ ഭാഗത്ത് മാത്രമാണ് ചെറിയ തോതിൽ വെള്ളം കയറിയത്. പക്ഷേ എന്നിട്ടും ഗതാഗതം തടസ്സപ്പെട്ടിട്ടില്ല. അത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. AC റോഡിൽ വെള്ളം കയറിയത് ആഘോഷിക്കുന്ന മാധ്യമങ്ങളും കോൺഗ്രസ് സൈബർ ഹാൻഡിലുകളും അതിന്റെ യഥാർത്ഥ കാരണം പറയുന്നില്ല എന്നതാണ് വസ്തുത. തോട്ടപ്പള്ളി പൊഴിമുറിക്കുന്നതിൽ UDF സർക്കാർ കാണിച്ച ഗുരുതര അലംഭാവമാണ് ഇത്തവണ കുട്ടനാടിനെ മുക്കിയത്. 2018 ശേഷം കുട്ടനാട് കണ്ട ഏറ്റവും വലിയ വെള്ളപ്പൊക്കമാണ് ഇത്തവണ അനുഭവപ്പെടുന്നത്. പൊഴി മുറിക്കാത്തതിനാൽ കോട്ടയം ജില്ലയുടെയും പത്തനംതിട്ട ജില്ലയുടെയും കിഴക്കൻ മലയോര മേഖലയിൽ നിന്നെത്തുന്ന വെള്ളത്തിന്റെ ഒഴുക്ക് പൂർണ്ണമായും തടസ്സപ്പെട്ടു. അതോടൊപ്പം തന്നെ തോട്ടപ്പള്ളി സ്പിൽവേയുടെ ഷട്ടറുകളിൽ അടിഞ്ഞ പോളകൾ മാറ്റാത്തതും വെള്ളപ്പൊക്കത്തിന് കാരണമായി. ഇത്ര ഗുരുതര പ്രതിസന്ധി വന്നിട്ടും ഒരു മന്ത്രിയും കുട്ടനാട്ടിലേക്ക് തിരിഞ്ഞുപോലും നോക്കിയിട്ടില്ല. മുഖ്യമന്ത്രിയും മന്ത്രിമാരും വിളിച്ചിട്ട് ഫോൺ പോലും എടുക്കുന്നില്ലെന്ന് പറയുന്നത് സ്ഥലത്തെ UDF MLA റെജി ചെറിയാൻ. കുട്ടനാട്ടിൽ ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടായ മണ്ഡലം കുട്ടനാടാണ്. പക്ഷേ അവിടേക്ക് ഒരു മന്ത്രിയോ മുഖ്യമന്ത്രിയോ ഒന്നും കാണുന്നില്ലല്ലോ. ഇന്നലെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ മറ്റു പല സ്ഥലങ്ങളിൽ പോകുമ്പോഴും ഈ കുട്ടനാടിനെ പൂർണ്ണമായിട്ട് അവഗണിക്കുകയാണോ? അത് MLA ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ ഈ വിഷയം? അങ്ങനെ ആയിരിക്കില്ല, എത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം ഇപ്പം ഞാൻ എല്ലാവരെയും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പം റവന്യൂ മന്ത്രിയെ വിളിച്ചു, കിട്ടിയില്ല. മുഖ്യമന്ത്രിയും രാവിലെ പുള്ളിയുടെ നമ്പറിൽ ഞാൻ വിളിച്ചു, കിട്ടിയിട്ടില്ല. കാരണം പറയാൻ എങ്ങനെ, കാരണം നമ്മുടെ പ്രശ്നമെന്ന് പറഞ്ഞാൽ കുട്ടനാട്ടിലെ വീടുകളെല്ലാം ഒരു വീടുമില്ല വെള്ളം കയറാത്ത. കാരണം എല്ലാവരും, കാരണം കുട്ടനാട് നമ്മൾ ഇന്ത്യ നമ്മുടെ ക്യാമ്പിൽ ആൾ കുറവായിരിക്കും. പക്ഷേ കുട്ടനാട്ടിലെ ആയിരക്കണക്കിന് ആൾക്കാർ നമ്മളിന്നലെ ലോറിയിലൊക്കെ കയറ്റി വിട്ടിട്ടുണ്ട്. അതേ കൂട്ട് വെള്ളം പൊങ്ങുന്ന കാണുമ്പോഴേ അവർ നാട് വിട്ട് എങ്ങോട്ടെങ്കിലും പോകും. നമ്മൾ കഷ്ടപ്പെടാൻ വളരെ വലിയൊരു കഷ്ടപ്പാടാണ്. LDF സർക്കാരിന്റെ കാലത്ത് ഓരോ മൺസൂണിന് മുമ്പും മണൽ നീക്കിയും പോളകൾ മാറ്റിയും പൊഴിയിലൂടെ വെള്ളത്തിന്റെ കടലിലേക്കുള്ള ഒഴുക്ക് സുഗമമാക്കിയാണ് കുട്ടനാടിനെ പ്രളയത്തിൽ നിന്ന് കരകയറ്റിയത്. 2018 ശേഷം ഒരിക്കലും ഇന്നത്തെ പോലുള്ള വെള്ളക്കെട്ട് കുട്ടനാട് അനുഭവിച്ചിട്ടില്ല. ഇത്തവണ പൊഴി സുഗമമാക്കേണ്ട സമയത്ത് UDF സർക്കാർ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും വേണ്ടി തെരുവിൽ തമ്മിലടിക്കുകയായിരുന്നു. കൈരളി ന്യൂസാണ് മണ്ണ് മൂടിക്കിടക്കുന്ന ദൃശ്യങ്ങൾ സഹിതം വാർത്ത പുറം ലോകത്തെത്തിച്ചത്. വാർത്ത പുറത്തു വന്നതോടെ ഈ പെരുമഴയത്ത് പൊഴിയിൽ 2 മണ്ണുമാന്തികൾ എത്തിച്ച് തടിതപ്പുകയാണ് നേതൃത്വം. മൂക്കറ്റം വെള്ളം കയറിയപ്പോഴാണ് ഈ മണ്ണ് മാറ്റാൻ JCB കൊണ്ടുവരാൻ സർക്കാരിന് തോന്നിയത്. എന്നാൽ ഇതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. ഈ വീഴ്ചകൾ മറയ്ക്കാൻ AC റോഡിലെ വെള്ളക്കെട്ട് വാർത്തയാക്കി പരിഹാസ്യരാവുകയാണ് കോൺഗ്രസ് നേതൃത്വവും ചില മാധ്യമങ്ങളും. ആലപ്പുഴ ബ്യൂറോയ്ക്കൊപ്പം ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.